ഇന്ന് രാത്രി ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് വളരെ ശക്തമായൊരു ദൂത് ദൈവം ഇന്ന് റിലീസ് ചെയ്യാൻ പോവുക. നമ്മുടെ മൂല്യമായ പ്രധാനപ്പെട്ട വിഷയം, മൂലവിഷയം, പൈശാചിക പ്രദേശങ്ങളുടെ മീതെ യേശുവിൻ്റെ ആധിപത്യം. എനിക്ക് ഒത്തിരി പേര് ഓൺലൈനിൽ കൂടെ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ മിനിസ്ട്രി എനിക്ക് ഓൺലൈനിൽ കൊണ്ടുവരുന്ന അഗാപ്പെ മിനിസ്ട്രിയിലെ അഗാപ്പെ മീഡിയയോട് നന്ദി അറിയിക്കുന്നു. അടുത്ത ദിവസങ്ങൾ ഇത് കാണുമ്പോൾ ദൈവം നിങ്ങളുടെ വീടുകളിൽ അത്ഭുതങ്ങൾ നടത്തട്ടെ, ചെയ്യട്ടെ. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടായിരിക്കണം. കാരണം ഞാൻ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ചിലത് ആദ്യമായി പറയാൻ പോകുന്ന വാക്കുകളാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടായിരിക്കണം. പക്ഷേ ചില അടയാളങ്ങൾ ദൈവം എനിക്ക് നൽകി. ഇതാണ് ഇന്ന് രാത്രി സംസാരിക്കേണ്ടതെന്നുള്ള അടയാളങ്ങൾ ദൈവം സംസാരിച്ചു. ഇന്ന് രാത്രി ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷനറി യാത്ര, ദ സെക്കൻഡ് മിഷനറി ജേർണി ഓഫ് പോൾ. രണ്ടാമത്തെ മിഷനറി ജേർണി അപ്പോസ്തല പ്രവൃത്തി 16 നമ്മൾ കടന്നു വരികയാണ്. ആക്ട്സ് 16, അപ്പോസ്തല പ്രവൃത്തി 16. ഇതൊരു പ്രവചന ശബ്ദമായിരിക്കും. അതിൽ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്ന ആരൊക്കെയുണ്ട്? എന്തോ ദൈവം ചെയ്യാൻ പോവാന്ന്. സ്തോത്രം. അപ്പോൾ ഞാൻ ഒരു അനുഭവം പറഞ്ഞ് തുടങ്ങാൻ പോവാ. എല്ലാ മെസ്സേജുകളും ഞാൻ അനുഭവങ്ങൾ പറയാറില്ല. ഇതൊന്ന് അനുഭവം പറഞ്ഞ് തുടങ്ങാൻ പോവാ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹാകൃപയാൽ ചില കട്ടിയുള്ള ഈ ഹീബ്രു പദങ്ങളും കാര്യങ്ങളും ദൈവം എന്നെ പഠിപ്പിക്കുന്നത് സ്വപ്നത്തിലാണ്. ഒരാൾ വന്നിരുന്ന് പഠിപ്പിക്കുന്ന പോലെ ചിലപ്പം പുസ്തകം തുറക്കാൻ പറയും. അങ്ങനെ പഠിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല. എന്നാൽ ഒരു രാത്രി ഞാനൊരു ശബ്ദവും ഒരു കാഴ്ചയും കാണാനിടയായി. എങ്ങനെയാണ് കേൾക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തിയിൽ ക്രോസ് ഓവർ എന്നൊരു വാക്കുണ്ടെന്ന്. എന്തോ വാക്കാണ്? ക്രോസ് ഓവർ എന്നൊരു വാക്ക് അപ്പോസ്തല പ്രവൃത്തി 16 പോലും. അപ്പൊ അതൊരു ദൂതായിട്ട് ദൈവം പറയുന്നു. അത് വിളിച്ചു പറയുമ്പോൾ ഒരു വലിയ മൂവ് ഉണ്ടാകുന്നു. അപ്പം ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ ഇംഗ്ലീഷ് ബൈബിൾ തുറന്ന് അപ്പോസ്തല പ്രവൃത്തി 16 മൊത്തം വായിച്ചു. ഒരു പ്രാവശ്യം വായിച്ചു, 2 പ്രാവശ്യം വായിച്ചു. ക്രോസ് ഓവർ എന്നുള്ള വാക്ക് കാണുന്നില്ല. പക്ഷെ ദൈവം എന്നെ കാണിച്ചത് സ്വപ്നത്തിൽ കാണുന്നില്ല. വീണ്ടും വായിച്ചു. ഒത്തിരി വാക്കുകൾ കണ്ടെങ്കിലും ക്രോസ് ഓവർ എന്നുള്ള വാക്ക് കാണുന്നില്ല. അങ്ങനെ നിരാശയായിട്ട് ബൈബിൾ മടക്കി വെക്കുമ്പോൾ വീണ്ടും കേൾക്കുന്നു ക്രോസ് ഓവർ അപ്പോസ്തല പ്രവൃത്തി 16 തുറന്നു. ഞാൻ മിടുക്കനാന്ന് കാണിക്കാനല്ല, ഞാൻ വേദപുസ്തകം ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് മൂലഭാഷയിലാണ്. അതുകൊണ്ട് ഉടനെ ഇതിൻ്റെ മൂലഭാഷയിൽ ഞാൻ ആ വാക്യങ്ങൾ വായിക്കാനിടയായി. വായിച്ചപ്പോഴാണ് അതിൻ്റെ 16:9 കിടക്കുന്ന വാക്യം. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോനിക്കാരനായൊരു പുരുഷൻ അരികെ നിന്നു, നീ മക്കദോനിക്ക് കടന്നു വന്നു. കം ഓവർ എന്ന വാക്ക് ഗ്രീക്കിൽ കിടക്കുന്നത് ക്രോസ് ഓവർ. സ്വത്രം. അതിവിടാണ് ക്രോസ് ഓവർ എന്നുള്ള വാക്ക് കിടക്കുന്നത്. അപ്പൊ എന്താണ് ക്രോസ് ഓവറിന്റെ വാക്കിന്റെ പ്രത്യേകത? വാട്ട് ഈസ് ദി എസെൻഷ്യൽ മീനിങ് ഓഫ് ദ വേർഡ് ക്രോസ് ഓവർ? ക്രോസ് ഓവർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിന് അടുത്ത ഗ്രാമത്തിൽ പോകുന്നതിനെ ക്രോസ് ഓവർ എന്ന് പറയത്തില്ല. സ്തോത്രം. അവൻ യാത്ര ചെയ്തെന്ന് പറയും. ഒരു പട്ടണത്തിൽ നിന്ന് വേറെ പട്ടണത്തിലേക്ക് പോകുന്നതിനെ ക്രോസ് ഓവർ എന്ന് പറയത്തില്ല. ക്രോസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആർക്കും പുറത്തു വരാൻ പറ്റാത്ത എന്ന് വെച്ചാൽ ഒരു വലിയ ബാരിയർ ഉള്ളിടത്തു നിന്ന് പുറത്തു വരാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ കഴിയുന്നിടത്തോളം ആ ബാരിയറിനകത്ത് ഒതുങ്ങി പോകുന്നിടത്ത് ചില വ്യക്തികൾക്ക് ദൈവം ഒരു കൃപ കൊടുക്കും അതിനെ പൊട്ടിച്ച് പുറത്തു വരാൻ.
അങ്ങനെ പൊട്ടിച്ച് പുറത്തു വന്നാൽ പിന്നെ അവൻ ഒരിടത്ത് ഒതുങ്ങത്ത്. ഓ സ്വത്രം സ്വത്രം സ്വത്രം. പിന്നെ ഒരു വലിയ റിലീസ് നടക്കും. പിന്നെ അങ്ങ് തുറന്ന ഒരു മൂവായി മാറും. അതിൻ്റെ പേരാണ് ക്രോസ് ഓവർ. അതുകൊണ്ട് ഈ ക്രോസ് ഓവർ എന്ന വാക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കപ്പെടുന്നത് സ്തോത്രം കടലുകൾ കടക്കുക. ഈ എബ്രായൻ എന്നുള്ള വാക്ക് വേദപുസ്തകം നമ്മൾ എബ്രായൻ എന്ന് കേൾക്കുമ്പോൾ എബർ എന്നുള്ള ഹീബ്രു പദത്തിൽ നിന്നാണ് എബ്രായൻ എന്ന വാക്ക് വരുന്നത്. നിങ്ങൾക്കറിയാം അതിൻ്റെ അർത്ഥം കടല് കടന്നവൻ എന്നാ, ക്രോസ് ഓവർ ചെയ്തെന്നാ. സ്തോത്രം. അബ്രാം ഒരു ഹീബ്രുവാ, 2 സമുദ്രത്തിൻ്റെ ഇടയിൽ നിന്നവനാ. സ്തോത്രം. യൂഫ്രട്ടിസും ടൈഗ്രിസും ഒരു ദിവസം ക്രോസ് ഓവർ ചെയ്തു. പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് ശബ്ദം കേട്ടിട്ടാ വന്നിരിക്കുന്നത്. ചിലരുടെ ക്രോസ് ഓവറിന്റെ രാത്രിയാണ് ഈ രാത്രി. പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ ഒരു രാജ്യം അടുത്ത രാജ്യം, ഒരു കോണ്ടിനെന്റ് അടുത്ത കോണ്ടിനെന്റ്, അങ്ങനെ കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങും. ഇന്ന് പലർക്കും നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ക്രോസ് ഓവർ പ്രഖ്യാപിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവമക്കൾ ഒന്ന് ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ക്രോസ് ഓവർ. പരിശുദ്ധാത്മാവ് പൗലോസിനോട് സ്വപ്നത്തിൽ കൂടെ അറിയിക്കുകയാണ്. മക്കതോനിയ ഒരു മനുഷ്യൻ വന്ന് പറയുന്നു ക്രോസ് ഓവർ. സ്തോത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയുന്നിടത്തോളം നീ അതിനെതിരായി പറയും, കരിയുന്നിടത്തോളം അത് ചെയ്യാതിരിക്കാൻ നോക്കും. പക്ഷേ പ്ലീസ് ക്രോസ് ഓവർ. ഒരു സമുദ്രത്തിന് അടുത്ത സമുദ്രത്തിലേക്ക്. നിങ്ങൾക്കറിയാമോ, ഈ ഒറ്റ ക്രോസ് ഓവറും കൊണ്ട് ഈസ്റ്റിൽ ഇരുന്നവൻ വെസ്റ്റിലേക്ക് നീങ്ങുന്നു. ഒറ്റ ക്രോസ് ഓവർ കൊണ്ട് ഒരു ഫുൾ മണ്ഡലത്തിലേക്ക് കയറി ചെല്ലുക. ഇന്ന് രാത്രിക്കാലം എത്ര പേർക്ക് വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒറ്റ മൂവ് മതി നിങ്ങളുടെ ക്രോസ് ഓവർ നടക്കാൻ എന്ന് വിശ്വസിച്ച ദൈവമക്കൾ ഉറക്കെ രാമ്യം പറഞ്ഞാട്ടെ. അപ്പൊ 2 സംഭവങ്ങൾ ഞാനൊന്ന് തൊട്ട് പറയട്ടെ. ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഈ ഭാഗത്തു നിന്നല്ല, പുതിയ നിയമത്തിൽ ഗോസ്പലിൽ നിന്ന്, സുവിശേഷങ്ങളിൽ നിന്ന് ഞാൻ ക്രോസ് ഓവർ എന്നുള്ളൊരു പ്രസംഗം എറണാകുളത്ത് പ്രസംഗിച്ചു. യേശു പറയുന്നു ക്രോസ് ഓവർ. ശിഷ്യന്മാരോട് പറയാണ് ക്രോസ് ഓവർ. അവർ താല്പര്യമില്ലായിരുന്നു. യേശു അവരെ ഉന്തി കയറ്റി ക്രോസ് ഓവർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു വാക്യം ബൈബിളിലുണ്ട്. അന്ന് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നുള്ളൊരു പ്രവാചകൻ, ഒത്തിരി യാത്രയും ചെയ്തിട്ടില്ല, മുറിക്കകത്ത് കയറി താൻ ചെയ്ത പരിപാടി എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം തൻ്റെയും ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെ എല്ലാം ഒരു തുണി എടുത്ത് കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ക്രോസ് ഓവർ ചെയ്യാൻ പോകും, എൻ്റെ കുടുംബം എല്ലാം ക്രോസ് ഓവർ ചെയ്യാം. നിങ്ങൾക്കറിയാം, ഇന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന വ്യക്തി ആ ശുശ്രൂഷകൻ. പക്ഷെ കുടുംബമായിട്ടാണ്, കുഞ്ഞുങ്ങൾക്കെല്ലാം വീസയാണ്. ദൈവം ഒറ്റ ക്രോസ് ഓവർ മെസ്സേജിൽ ഒരു പ്രൊഫറ്റിക് ആക്ടിങ് ഉണ്ട്, എന്തോ ചെയ്തു. അങ്ങനെയാണ് ഇന്ന് രാത്രി ചില വ്യക്തികൾക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ക്രോസ് ഓവർ നടക്കുന്ന രാത്രിയാണ്. ബൗണ്ടറികൾ പൊട്ടാൻ പോകുക. ഇത് വിശ്വാസി ദൈവമക്കൾ കൈകൾ അടിച്ച് ദൈവത്തിന് സ്തുതി കൊടുത്താൽ. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ ഇച്ചിരി പെതുക്കിയാ പോകുന്നത്, കാരണം എനിക്ക് നിങ്ങളുടെ അകത്ത് ചില ദൂതുകൾ അറിയിക്കാനുണ്ട്. ഇന്നലെ രാത്രി ആണ് ഞാൻ തീരുമാനിക്കുന്നത്, ദൈവാത്മാവിനോട് പറയുന്നു ഇന്ന് രാത്രി ക്രോസ് ഓവർ പ്രഖ്യാപിക്കണം. എനിക്ക് ഓൾറെഡി ഒരു മെയിൽ വന്നു. ഒറ്റ കുഞ്ഞുങ്ങൾക്കറിയത്തില്ല ഈ വിഷയം പ്രസംഗിക്കുന്നതായിട്ട് മെയിൽ വന്നു. ഒറ്റ കുഞ്ഞുങ്ങൾക്കറിയത്തില്ല. പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയ, വിചിത്രമെന്ന് തോന്നി, അറ്റ് ദ സെയിം ടൈം സന്തോഷം തോന്നിയ മറ്റേ വിഷയം, മറ്റേ സംഭവം. ഇന്ന് രാവിലെ ഞാൻ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബ്രദർ മുറിയിലേക്ക് കയറി വന്നു. എൻ്റെ ബ്രദർ ഒരു മെസ്സേജ് ഉറക്കെ വായിച്ചു. ആരാണ്ട് അയച്ച മെസ്സേജാണ്, ഇവിടെ ഉള്ളൊരു ദൈവദാസൻ അയച്ച മെസ്സേജാണ്. അത് ഇവിടെ അല്ല, അദ്ദേഹം എറണാകുളത്താണ്. അപ്പോൾ ഈ മീറ്റിംഗ് വരാൻ ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. ഒത്തിരി സാഹചര്യം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, വരാൻ പറ്റത്തില്ല, ഒത്തിരി ദൂരെയും കൂടെയാണ്.
അങ്ങനെ ഇരിക്കെ താൻ 2 ദിവസം സ്തോത്രം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ ഒരു ശബ്ദം കേട്ടെന്ന് പോയി. ശബ്ദം ഇതാണ്: ഇന്ന് ക്രോസ് ഓവർ നടക്കും. ഇതൊരു കുഞ്ഞിനറിയത്തില്ല. ഞാനും ദൈവം മാത്രം നടക്കുന്ന ഇടപെടല. ഇന്ന് രാത്രി ക്രോസ് ഓവർ നടക്കും. ആമീൻ. ഞാൻ എൻ്റെ ജനത്തിന് മുൻപാകെ പോയി യോർദാൻ നദിയിൽ കൂടെ എൻ്റെ ജനത്തെ ക്രോസ് ഓവർ നടന്നാൽ വാഗ്ദത്ത ഭൂമിയിലേക്കാണ്. ഓ, somebody shout a hallelujah. എന്നിട്ട് അദ്ദേഹം ഞാൻ എന്നിട്ടും പറഞ്ഞില്ല. അദ്ദേഹം എൻ്റെ ബ്രദറിനോട് മെസ്സേജ് ഇട്ടിരിക്കുക. അങ്ങനെ ദൈവം എന്നോട് ഈ ദൂത് അറിയിച്ചപ്പോൾ എനിക്ക് എങ്ങനെ വരാതിരിക്കാൻ പറ്റും? ഞാൻ ഇപ്പം തന്നെ ട്രെയിനിൽ കയറാൻ പോവാ. ആ ആൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. സ്തോത്രം. ക്രോസ് ഓവർ നടക്കുമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഒരാൾ ദൈവം പറഞ്ഞ് അയച്ചിരിക്കുന്ന. അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിലെ ക്രോസ് ഓവറിൻ്റെ നിങ്ങളുടെ കുടുംബം ക്രോസ് ഓവർ ചെയ്യാൻ പോവാ. ഒരു ബൗണ്ടറിക്കകത്ത് ഒതുക്കി വെച്ച ചില വ്യക്തികളെ ദൈവം, ശുശ്രൂഷകന്മാരെ, സഭകളെ ഇന്ന് രാത്രി ക്രോസ് ഓവർ ചെയ്യുവാൻ ഒരു മക്കോദോനിയ വിളിയുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. ദൈവ മക്കൾ ആരെങ്കിലും ഒന്ന് വെളിപ്പെടുത്തി ആമീൻ പറഞ്ഞാട്ടെ. ക്രോസ് ഓവർ. Somebody make a sound in the house. Somebody make an action in the house of the Lord. It's a night of crossover. Somebody say yes. ഇനി ഞാൻ എൻ്റെ പ്രവചനത്തിൽ കടക്കാൻ പോകുക. ശക്തമായ ദൂതുകളായിരിക്കും ഇന്ന് രാത്രി റിലീസ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഇനി ക്രോസ് ഓവർ പൗലോസിന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു മൂവ് ആയിരുന്നത്. ബാക്കി എല്ലായിടത്തും പൗലോസ് ഐറ്റിനറി വെച്ച് സഞ്ചരിച്ചു. ഇന്നടത്ത് പോകണം, ഇന്ന പ്ലാനാണ്, ഇന്ന സ്ഥലത്ത് സഞ്ചരിക്കണം, ഇതൊക്കെ പൗലോസിന്റെ പ്ലാനുകളായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് ആത്മാവ് തടയാൻ തുടങ്ങി. ഒരിടത്ത് തടഞ്ഞു, വേറൊരിടത്ത് മൂവ് ചെയ്യുന്നു പറഞ്ഞു. ആത്മാവിട്ട് തടയുക. കാരണം തടയുന്ന എന്തെന്നറിയാമോ? എന്തോ വലിയ വാതിൽ തുറക്കാൻ പരിശുദ്ധാത്മാവ് തടയുകയാണ്. ഇന്ന് രാത്രി എല്ലാ തടസ്സവും പിശാചിന്റെ അല്ല. എല്ലാ തടസ്സവും പിശാചിന്റെ അല്ല. ചില തടസ്സങ്ങൾ പരിശുദ്ധാത്മാവ് വിടുന്നതാ. എന്തിനെന്നറിയാമോ? ഇതുവരെ വെളിപ്പെടാത്ത എന്ത് somebody say yes. ഈ നമ്മൾ വളരെ ശുശ്രൂഷകന്മാർ വളരെ ഡിസേൺമെന്റ് ഉള്ളവരായിരിക്കണം. എന്ന് വെച്ചാൽ ഏതാണ് ആത്മാവിന്ന് വരുന്നത്, ഏതാണ് പിശാചിന് വരുന്നത്, എല്ലാത്തിനും ചാടിക്കേറി വചനവും പറഞ്ഞ് ശാസിക്കുകയും ഫൽസിക്കുകയും ചെയ്യരുത്. ഇന്ന് രാത്രിയിൽ പൗലോസിന് ഒരു കാര്യം വ്യക്തമാണ്: ഇത് പിശാചല്ല, പരിശുദ്ധാത്മാവ് തടയുന്നത്. നിങ്ങൾക്കറിയാമോ, കാനഡയിൽ ആദ്യം ഒരു സുവിശേഷകനായി ഞാൻ പോകുന്നു. 6 മാസം അതിനോടകം ഒരു ചർച്ച് പോലെ അവിടെ ആയി. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആമീൻ 1 മാസത്തെ അവധി എനിക്ക് ചർച്ച തരുന്നു എൻ്റെ ഭാര്യയുമായി തിരിച്ചു പോകാൻ. അതിനോടകം കാനഡ മൊത്തം ഇളകുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ഇളകുന്ന രീതിയിൽ പ്രശ്നങ്ങൾ പത്രത്തിലും മന്ത്രിസഭയിലും ഒക്കെ ഇളകുന്ന, പത്രത്തിലൊക്കെ വലിയ ഹെഡ്ലൈൻ. എന്നുവെച്ചാൽ അവിടുത്തെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒരു പുതിയ പാസ്റ്റർ കാനഡയിൽ യുദ്ധം ആരംഭിച്ചു എന്ന തലക്കെട്ടോട് വലിയ എഴുത്തുകൾ. ഇത് ലോകം മൊത്തം എനിക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും എഴുതാം. അങ്ങനത്തെ വെബ്സൈറ്റുകൾ തുറക്കപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, എല്ലാ സൈഡിലും ഇളകി മറിയുമ്പോൾ അന്ന് 1 മാസം കൊണ്ട് തിരിച്ചു പോകേണ്ടി ഞാൻ 1 മാസമല്ല 2.5 വർഷം എടുത്ത് തിരിച്ചു പോകാൻ. പക്ഷെ പിശാചിന് തെറ്റുപറ്റി. നിങ്ങൾക്കറിയാമോ, ആ 2.5 വർഷം കൊണ്ടാണ് ടാമി ആരംഭിച്ചത്. അതുകൊണ്ട് എൻ്റെ യാത്ര തടഞ്ഞവരെ ഞാൻ തപ്പി നടന്നു. സ്തോത്രം. ഒരു താങ്ക് യു പറയാൻ. ഇന്ന് രാത്രിക്ക് എല്ലാ തടസ്സവും പിശാചിൻ്റെ അല്ല, ദൈവത്തിന് ആത്മാവിന് അടുത്ത
എൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിന്റെ കയ്യിലാന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഒന്ന് ശബ്ദം ഉയർത്തി ഇത് രാത്രി പിശാചിനെ അല്ല ഉയർത്തേണ്ടിയ പരിശുദ്ധാത്മാവിനെ ഉയർത്ത്. Somebody shout a hallelujah. ഇന്ന് രാത്രി ദൈവമേ പറയുന്നു, എൻ്റെ ദാസന്മാരുടെ ചുവടുകൾ ഞാനാണ് നിയന്ത്രിക്കുന്നത്. I will control the steps of my servants. Amen. Amen. ഇന്നത്തെ അന്ന് അത് നടന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ മിനിസ്ട്രിയുമായി ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത, സ്തോത്രം. ദൈവം പൂട്ടി എല്ലായിടത്തും തടയുകയാണ്. സ്തോത്രം. പോകുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാ തടയുകയാണ്. ഒരു കാര്യം തീരുമാനിച്ചു എൻ്റെ ജീവിതത്തിൽ, നിങ്ങൾ എന്നെ എവിടെ കണ്ടാലും റെയ്നാർഡ് ബോങ്കെ ഇന്ത്യ വരുമ്പോൾ ഇന്ന് ഓർക്കുന്നുണ്ട്, എന്നെ തപ്പി നടന്നു ഓർഗനൈസേഴ്സ്. ഭൂതശാന്തി റെയ്നാർഡ് ബോങ്കെ പ്രസംഗിക്കുമ്പോൾ ഭൂതങ്ങൾ ഇളകും, അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്ന പ്രശ്നമേ ഇല്ല. സ്തോത്രം. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, എൻ്റെ മിനിസ്ട്രി വിൽ നോട്ട് ബി ഡീമൻ സെൻട്രിക്. പിശാചല്ല എൻ്റെ മിനിസ്ട്രിയുടെ സെൻറ്റർ. പിശാച് വരും, അവൻ പോവും. സ്തോത്രം. എൻ്റെ മിനിസ്ട്രി സെൻറ്റർ പരിശുദ്ധാത്മാ. ഇന്ന് രാത്രി എത്ര പിശാച് ഇളകി മറിഞ്ഞാലും ഡോണ്ട് മേക്ക് ഹിം എ VIP ഓഫ് യുവർ ലൈഫ്. നിന്റെ മിനിസ്റ്ററുടെ VIP പിശാചല്ല, കൂടോത്രമല്ല. മരിച്ചവൻ ഉയർപ്പിച്ച യേശുവിന്റെ ആത്മാവാണ് നിന്നിൽ വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉറക്കെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. Come on. The same spirit that raised Jesus from the dead is living inside of you. ഇത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഒന്ന് രണ്ട് പേരുണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ആമേൻ പറഞ്ഞാട്ടെ. Oh, somebody shout a hallelujah. Anyway, പരിശുദ്ധാത്മാവ് തടഞ്ഞു. ഒരു സൈഡ്, ഒരു സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന വാക്ക്, ഗ്രീക്ക് വാക്ക് ഫിസിക്കലി സ്റ്റോപ്പ് ചെയ്തു. സ്തോത്രം. പൗലോസ് ഒന്നും തന്നെ ഒന്നും പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ് പറയുന്നത് തടഞ്ഞു. നിങ്ങൾക്കറിയോ, തടസ്സം വരും നമ്മൾ ചോദിക്കുക അടുത്ത് എന്തുവാണ്. ചിലപ്പം പരിശുദ്ധാത്മാവ് പറയത്തില്ല, നോന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എങ്ങോട്ട് പോകണമെന്നും പറഞ്ഞില്ല. നീ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാക്കുകളെ ചോദ്യം ചെയ്യാതെ, ബ്ലൂ പ്രിന്റ് ഇല്ലാതെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അടുത്തത് വെളിപ്പെടുത്തുന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ബ്ലൂ പ്രിന്റ് ഇല്ലാതെ, ചിലപ്പോൾ ദൈവം ബ്ലൂ പ്രിന്റ് പറയത്തില്ല, എന്തിനാന്ന് ഒന്നും പറയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ യെസ് എന്ന് പറയുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കാൻ പോകുക. ഇത് ദൈവ മക്കൾ. Come on, somebody. Hallelujah. അന്ന് രാത്രിയിൽ ഒരു കാഴ്ച കാണിച്ചു. ക്രോസ് ഓവർ ടു മാസിഡോണിയ. കയറി വരിക എന്നുവെച്ചാൽ പൊട്ടിച്ചു പുറത്തു വരിക. ഈ സ്ഥലത്തേക്ക് ഒരു പുരുഷൻ വന്ന് പറയുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കെന്നറിയാമോ? കണ്ടതാര പൗലോസ്, പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്ന അടുത്ത വാക്ക് വി എൻഡവേർഡ്. ഞങ്ങളെല്ലാം തീരുമാനിച്ചു ഈ യാത്രയിൽ പോകാൻ. എടാ, ലൂക്കോസ് ആ കൂട്ടത്തിലുണ്ട്, പക്ഷെ ദൂത് ലൂക്കോസിന് കിട്ടിയിട്ടില്ല. സ്തോത്രം. സീലാസ് ഉണ്ട്. സീലാസിനോടല്ല ദൈവം പറഞ്ഞത്. ഒരു പൗലോസ് ദൂത് കിട്ടിയവരെല്ലാം പറയാം ഞങ്ങളും ഉണ്ട്. ഇന്ന് രാത്രി കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരുമിച്ച് നിന്നാൽ കമ്മിറ്റി മെമ്പർ ആകുന്ന അതല്ല കൂട്ടായ്മ. സ്വത്രം ഒരുമിച്ച് നിന്നാൽ ചർച്ചിന്റെ സൂപ്രണ്ട് ആകും, അതല്ല കൂട്ടായ്മ. ഇന്ന് രാത്രികാലം ഞാൻ ആരോടെങ്കിലും അടുക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മൂവിന് വേണ്ടിയാണ്. അങ്ങനെയുള്ളൊരു മതിയെന്ന്. Come on, hallelujah. ഉയർച്ചയ്ക്ക് വേണ്ടി, പൊസിഷന് വേണ്ടിയല്ല. ആത്മാവുണ്ടോ ഞാനും ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ടോ ഞാനും കൂടെ ഉണ്ട്. ഇന്ന് രാത്രി ഇത് പറയുന്ന ഒരാൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ആമീൻ പറഞ്ഞാട്ടെ. ഏലിയാസ് ഇവിടെ ഇരിപ്പുണ്ട്, ഓർക്കുന്നുണ്ടായിരിക്കും. ആദ്യത്തെ ഞങ്ങളുടെ ടാമിയുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു കസേരയുടെ അടുത്ത് ഒരു ടേബിളിൽ
ഒരു ചുമ്മാ സ്ക്രിബിളിങ് പേപ്പർ, ഒരു പേപ്പറിൽ ചുമ്മാ സ്ക്രിബിൾ ചെയ്തതാണ് ടാമി. സ്വത്രം എഴുതി വെച്ചു. വൈസ് പ്രസിഡന്റ് അങ്ങ് എഴുതുക, ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, ആരാണ്ട് പേരിട്ടു. അപ്പൊ ലാസ്റ്റ് പ്രസിഡന്റ് ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുക, ആരാ പ്രസിഡന്റ് ആവുന്നേ? സ്വത്രം അപ്പോൾ പാസ്റ്റർ ഏലിയാസ് പറഞ്ഞു, പാസ്റ്റർ നിങ്ങളാകേണ്ടത്. ഞാനോ? സ്വത്രം ടാമിയുടെ തുടക്കമാ, ഞാനോ? പിന്നെ ആരാ? ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല. പറഞ്ഞു ഇല്ല പാസ്റ്ററിനായേ പറ്റൂ. നിങ്ങളുടെ നിർബന്ധിച്ച് പ്രസിഡന്റ് സ്ഥാനത്ത് ആ പഴയ പേപ്പറിൽ എഴുതി വെച്ചു. അതിന് ഒരു വാക്ക് മാത്രം ഞാൻ പറഞ്ഞു, ഞാൻ തുടരും പരിശുദ്ധാത്മാ ഉള്ളിടത്തോളം. പരിശുദ്ധാത്മാ മാറിയാൽ ഇനി എത്ര വലിയ സംഘടനയാണ് എനിക്ക് വേണ്ട. ഇന്ന് രാത്രി ലൂക്കോസ് പറയാ, പൗലോസെ ഞാൻ കൂടെ വരാം, പക്ഷെ ആത്മാവുണ്ടെങ്കിൽ ഞാനും കൂടെ വരാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നയിക്കുന്ന മൂവിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടെങ്കിൽ 3 പറയുമ്പോൾ ശബ്ദം ഉയർത്തിക്കോ. 1 2 3. വിശ്വസയ്യോ മക്കളെ ശബ്ദം. ഇന്ന് രാത്രി ഒരു റിവൈവൽ നൈറ്റാ. ഇത് റിവൈവൽ രാത്രിയാ. എനിക്കറിയാം ഒത്തിരി കഷ്ടതയിൽ കൂടെ പോകുന്ന ദൈവദാസന്മാരുണ്ട്. പക്ഷെ തുറന്നു പറയട്ടെ, നിങ്ങൾക്കറിയാം അമേരിക്കയിൽ നിന്നൊക്കെ കാശുള്ളവര് $30-40-50 എടുത്ത് ചർച്ചുകൾ ഉണ്ടാക്കും. ഇന്ന് രാത്രി അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞങ്ങളെ കിട്ടത്തില്ല. സ്തോത്രം. ദൈവം തന്നാൽ തരാം, ഒരുമിച്ച് ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒന്നേ തരാനുള്ളൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ മൂവ്. എടാ, ഇന്ന് രാത്രികാലം ദൈവത്തിന് അഭിഷേകത്തിന് പ്രത്യേകം അറിയാമോ? സ്തോത്രം. ഒരു കുപ്പി വെള്ളമല്ല അഭിഷേകം, വെള്ളം വരുന്ന ഉറവയാണ് അഭിഷേകം. ഈ രാത്രികാലം വിശ്വസയ്യ മക്കൾ ഉറക്കെ രാമ്യം പറഞ്ഞാട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യക്ക് വേണ്ടി ആത്മാവ് ചലിക്കുന്നിടത്ത് കൂടെ ചലിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തുകയോ ശബ്ദം ഉയർത്തിയോ രാമ്യം പറഞ്ഞാട്ട്. ഹോളി ഗോസ്റ്റ്. ഒരാൾക്കാരും കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കും. പറഞ്ഞോ. When the Holy Spirit is there, we will be together. It's the Holy Spirit that joins us together. ഇന്ന് രാത്രി കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവാണ് നമ്മൾ ഒരുമിച്ച് നിർത്തുന്നത്. ലൂക്കോസ് അന്നാണ് തുടങ്ങുന്ന യാത്ര. ലൂക്കോസ് പറയാ, പൗലോസേ ഞാൻ കാഴ്ചയൊന്നും കണ്ടില്ല, പക്ഷെ നീ കാഴ്ച കണ്ടോ? മക്കതോനിയ. എവിടാ? സ്വത്രം. ആരുണ്ട് അവിടെ? റിലേറ്റീവ് ആരെങ്കിലും ഉണ്ടോ? എവിടെ താമസിക്കും? അതൊന്നും എനിക്കറിയത്തില്ല. പരിശോധന തന്നെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. എന്നാൽ ലൂക്കോസ് ഞാനും വരിക. ആത്മാവുണ്ട്, ഞാനും ഉണ്ട്. ഇന്ന് രാത്രി കേരളത്തിൽ നടക്കാൻ പോകുന്ന അടുത്ത മൂവ്, പരിശുദ്ധാത്മാവുണ്ട്, ഞാനും ഉണ്ട്. ഇത് ഏറ്റെടുക്കുന്നവർ പണമല്ല, സംഘടനയല്ല, കമോൺ, പൊസിഷൻ അല്ല, പരിശുദ്ധാത്മാവുണ്ട്, ഞാനും കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു തലമുറ ദൈവം ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കാൻ പോകുക. ഇത് ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഹല്ലേലൂയ നിങ്ങളുടെ തലമുറ തൊട്ടുകൊണ്ടിരിക്കുക, അടുത്ത തലമുറ തൊട്ടുകൊണ്ടിരിക്കുക. ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. അതല്ലയോ നമ്മുടെ തുടക്കം? ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇന്ന് വരെ ആത്മാവ് നടത്തി. സ്തോത്രം. അതേ ഉള്ളൂ. ഇനി ഒന്ന് ഇരുന്നാട്ടെ, കാരണം ഞാൻ പതുക്കെ പോവാ. കാരണം എനിക്കറിയാം, ഞാൻ ഒന്ന് ഇത് ഗിയർ മാറ്റിയാൽ ഇവിടെ എല്ലാവരും ചാടി മുന്നോട്ട് വരും. അത് തടയാൻ വേണ്ടി ഞാൻ പതുക്കെ പൊക്കോണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഇത്രയും മനസ്സിലായി. മക്കതോനിലോട്ട് പോവാം. ഇനി ഈ ക്രോസോവിന്റെ പ്രത്യേകത എന്തുവാ? ക്രോസോവിന്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറയാൻ. ആർ യു റെഡി? ഒന്നാമത്തെ പ്രത്യേകത, പൗലോസ് ഇതിനോടകം 1ാം മിഷണറി യാത്രയെ കംപ്ലീറ്റ് ചെയ്തു. പത്രോസ് ഒത്തിരി ഇടത്ത് പോയി. എന്നാൽ ഈ ട്രിപ്പ് മുതൽ എന്തോ സംഭവിക്കുന്നറിയോ? അപ്പോസ്തലപ്രവൃത്തി 14 തുടങ്ങുന്നത്. പൗലോസ് ആദ്യം മക്കതോനിയ ഫിലിപ്പിയിൽ വരുന്നു. അവിടുന്ന് തെസ്സലോനിക്കയിലേക്ക് പോകുന്നു.
അവിടുന്ന് ബെറിയയിലേക്ക് പോകുന്നു, അവിടുന്ന് ഗ്രീസിലേക്ക് പോകുന്നു, അവിടുന്ന് കൊരിന്തിലേക്ക് പോകുന്നു, അവിടുന്ന് എഫെസസിലേക്ക് പോകുന്നു, അവിടുന്ന് തിരിച്ച് ജെറുസലേമിലേക്ക് വരുന്നു, പിന്നെ റോമിലേക്ക് പോകുന്നു. ഇതാണ് പൗലോസിൻ്റെ മിഷണറി യാത്ര. പക്ഷെ ഇവിടം തൊട്ടൊന്ന് സംഭവിക്കാൻ തുടങ്ങി. ആദ്യമായി സംഭവിക്കുക, ഇതിനകത്ത് ഒരു കൂട്ടരിന്ന് സന്തോഷിക്കണം. ആ കൂട്ടർ സന്തോഷിക്കുന്നത് അസൂയയില്ലാത്ത മറ്റു കൂട്ടർ സന്തോഷിക്കണം. സ്വത്രം സ്വത്രം സ്വത്രം. ആമീൻ. എന്താണ് സംഭവിച്ചത്? ഈ 16-ാം അധ്യായത്തിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും ഈ ക്രോസ് ഓവറിന് ശേഷം. എന്ത് ഷിഫ്റ്റ് എന്നറിയാമോ? ആദ്യമായി എല്ലായിടത്തും ഫിലിപ്പിയിൽ, എന്താ പറഞ്ഞേ, തെസ്സലോനിക്കയിൽ, ഗ്രീസിൽ, എഫെസോസിൽ, കൊരിന്തിലെല്ലാം ഒരു സംഭവം നടക്കുന്നു. നിങ്ങൾ ഒന്ന് പ്രതീക്ഷ കാണിക്കുക. ഒരു സംഭവം നടക്കുന്നു. അത് ചിലരെ ഇന്ന് ഇന്ത്യയുടെ റിവൈവലിന് ഒരു അടയാളമായി അത് മാറും ദൈവം പറഞ്ഞു. എന്താ സംഭവം എന്നറിയാമോ? ഈ ട്രിപ്പ് മുതൽ സ്ത്രീകൾ പുറത്തു വന്നു തുടങ്ങി. സ്ത്രീകൾ പുറത്തു വന്നു തുടങ്ങി. ഇത് സന്തോഷിക്കുന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ടെങ്കിൽ, സ്ത്രീകൾ പുറത്തു വരുന്നതിൽ സന്തോഷിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്ത്രീകൾ, ഹല്ലേലൂയ. എല്ലായിടത്തും സ്ത്രീകൾ, എല്ലായിടത്തും സ്ത്രീകൾ. സ്തോത്രം. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, പുരുഷനാ വന്ന് വിളിച്ചത്, രാത്രിയിൽ വന്ന് സ്വപ്നത്തിൽ പറഞ്ഞ ആരാ? പുരുഷനാ. ചെല്ലുന്നിടത്തെല്ലാം സ്ത്രീകൾ. ലുദിയ എന്താ പറഞ്ഞ ഈ എന്താ ആറ്റിന്റെ തീരത്ത് സ്ത്രീകൾ ഇരിപ്പുണ്ടായിരുന്നു. സ്വത്രം സ്വത്രം. ഒരു പൂത ഇളകിയപ്പോ അതും സ്ത്രീ. എല്ലാ സ്ത്രീകളും ഗുണമല്ല കേട്ടോ. ചെകുത്താൻ ഇളകിയപ്പോ അതും സ്ത്രീ. ഓ സ്വത്രം. പിന്നെ വന്നപ്പോൾ ഗ്രീക്കിൽ മൊത്തം സ്ത്രീകൾ, തെസ്സലോനിക്കയിൽ സ്ത്രീകൾ, പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ ഒരു പ്രിസില്ല. ഒയ്യോ എൻ്റെ ദൈവം, അതൊരു ആറ്റം സാധനമാണ്. അക്വില പ്രിസില്ല. അച്ചാൻ പുറയുന്നു, പ്രിസില്ല അങ്ങ് ഏറ്റെടുത്തു. ഒറ്റ മീറ്റിങ്ങിൽ അപ്പോലോസിനെ പറഞ്ഞു കൊരിന്തിൽ അയച്ചു, കൊരിന്തിനെ ഇളക്കാൻ. ഇതാണ് ഈ അമ്മാമ്മയുടെ അഭിഷേകം. ഓ അങ്ങനെ ചില സഹോദരിമാരെ ദൈവം എഴുത. ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പോലോസ് ഭയങ്കര എന്ന് വെച്ചാൽ അവിടെ കൊടുത്തിരിക്കുന്നത് ഭയങ്കര എലുക്വന്റ് സ്പീക്കർ, പ്രസംഗയുടെ രാജകുമാരൻ അപ്പോലോസ്. അപ്പം സിനഗോഗിൽ അന്ന് പൗലോസ് അവിടെ ഇല്ല. പൗലോസ് അങ്ങ് അവിടെ പോയിരിക്കുക. എവിടാണ്ട് പോയിരിക്കുക. ഇപ്പൊ അമ്മാമ്മയും അച്ചായനുമാണ് സഭ നോക്കുന്നത്, അപ്പോലോസും അക്വിലയും പ്രിസിലയും. മീറ്റിംഗിൽ പ്രസംഗിക്കാൻ വന്ന് ഉപദേശിയെ വിളിച്ചോണ്ട്, സ്തോത്രം, നേരെ അക്വില പ്രിസിലയും വീട്ടിൽ കൊണ്ടുവന്നു. സ്തോത്രം. എന്നിട്ട് എനിക്ക് തോന്നേ മോര് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ എന്നിട്ട് പറഞ്ഞു, ഭയങ്കര പ്രീച്ചിങ് ആയിരുന്നു പാസ്റ്ററെ, ഭയങ്കര പ്രീച്ചിങ് ആയിരുന്നു. പക്ഷെ എന്തോ ഒരു കുറവുണ്ട്. തീ കൊണ്ട് വന്നവന് തീക്കകത്ത് അവൾ ഇറക്കി. പിന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം അവനെ തീ കത്തിച്ചെന്ന്. അവൻ ഒറ്റ പോക്ക് കൊരിന്തിലേക്ക്. പൗലോസിന് പകരം സഭയെ പണിയാൻ ഇവൻ പോകുകയാണ്. നിങ്ങൾക്കറിയോ, പൗലോസ് ലാസ്റ്റ് എഴുതുക, ചിലര് പറയാൻ തുടങ്ങി ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരെന്ന്. പൗലോസ് എന്താ പറഞ്ഞ വിതച്ചു, അപ്പോലോസ് പൗലോസ് നട്ടു, അപ്പോലോസ് നനച്ചു. ഇയാൾ ഭയങ്കര ശുശ്രൂഷകനായി മാറി. ഒറ്റ സ്ത്രീ ഒരു ചോറ് വിളമ്പുമ്പോൾ ഒന്ന് സംസാരിച്ചതാ. ഇന്ന് രാത്രി ഈ അസൂയയും കുന്നായ്മയും പറഞ്ഞ സ്ത്രീകളൊക്കെ നിർത്തി ചില വ്യക്തികളെ കത്തിച്ച് രാജ്യങ്ങളിലേക്ക് അയക്കുന്ന
ഓ, ഇത് ക്രോസ് ഓവറിന്റെ രാത്രിയാ. പുറകിൽ തള്ളിക്കളയപ്പെട്ട ചില വ്യക്തികളെ ദൈവം പുറത്തു കൊണ്ടിരുന്ന രാത്രിയാ ഇത്. വിശ്വസയ്യോ മക്കൾ, കൈകൾ അടിച്ചോ, ശബ്ദം ഉയർത്തിയോ. ഇത് സ്ത്രീകൾ മാത്രമല്ല. എന്തിനാ സ്ത്രീകളെ ദൈവം പുറത്തു കൊണ്ടിരുന്നത്? കാര്യം ആ കാലം വരെ സ്ത്രീകൾ പുറത്തു വന്നിട്ടില്ല, ഒതുങ്ങിയിരിക്കുക. പക്ഷെ ഈ മൂവിന്റെ പ്രത്യേകത, പരിശോധന അടുത്ത മൂവ് അയക്കുക. നിങ്ങൾക്കറിയാമോ, ഒതുങ്ങിയിരുന്ന സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ വലിച്ചെടുക്കുക, നിന്നെ ദൈവം പുറത്തു കൊണ്ടിരിക. ഇന്ന് രാത്രി എനിക്കുള്ള ദൂതെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവർ ഉറക്കെ രാമ്യം പറഞ്ഞാട്ടെ. സ്ത്രീ പുറത്തു വരിക, സ്ത്രീകൾ. ആമേൻ. എന്നോട് 3 വർഷം മുമ്പേ ഒരു ദൂതയും അറിയിച്ചു, ഇന്ത്യയിൽ ഒരു ഉണർവ് നടക്കും. ആ ഉണർവിൻ്റെ അടയാളം ഞാൻ സ്ത്രീകളെ പുറത്തു കൊണ്ടുവരും. ചില കുഞ്ഞുങ്ങളെ വിടുവിക്കാൻ, ചില തലമുറകളെ പുറത്തെടുക്കാൻ സ്ത്രീകളുടെ മേൽ ദൈവം അഭിഷേകം അയക്കുക. ഇനി എത്ര പേർക്ക് ക്രോസ് ഓവർ താല്പര്യമുണ്ട്? അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവേ, ഈ സ്ത്രീകളാ മൊത്തം ആ ട്രിപ്പ് മുതൽ നിങ്ങൾ 20-ാം അധ്യായം വരെ പോയി വായിച്ചോ, എല്ലാ അധ്യായത്തിലും ഇപ്പൊ സ്ത്രീകളാ രക്ഷിക്കപ്പെടുന്നത്, സ്ത്രീകളാ മുന്നോട്ട് വരുന്നത്, സ്ത്രീകളാ കാശ് കൊടുക്കുന്നത്. സ്വത്രം ചിലർക്ക് സന്തോഷം വരുന്നില്ലോ. സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ലിതിയന്മാരൊക്കെ വരിക. ലുദിയ മലയാളത്തിൽ പറഞ്ഞു ലുദിയ ഒക്കെ വരിക. ചോദിച്ചു, കർത്താവ്, എന്നാൽ ഈ പുരുഷൻ എന്തിനാ വന്ന് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞത്? സ്ത്രീകളുടെ അടുത്ത ശുശ്രൂഷ മൊത്തം, പുരുഷൻ എന്തിനാ വന്നത്? എനിക്ക് ഭയങ്കര ചോദ്യമായി. എനിക്കൊരു കാര്യം കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടാൻ പറ്റത്തില്ല, ആഴ്ചകൾ വേണം അതുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ പോയി ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റീസർച്ച് നടത്തി, പേപ്പറുകൾ എടുത്തു, ആർട്ടിക്കിൾസ് എടുത്തു, ഇതിനെക്കുറിച്ച് പഠിക്കാൻ. അപ്പോഴാണ് അറിയുന്നത് അന്നത്തെ സമയത്ത് മക്കതോനിയയുടെ ചരിത്രം. ഈ എല്ലാ വർഷവും ഒരു പ്രത്യേക ഒരു 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 എന്താ പറഞ്ഞ ഒരു പ്രൊസഷൻ നടക്കും, ഒരു ദേവതയുടെ നാമത്തിൽ. ആ നാട്ടിന് ഒരു രീതിയാണ്. അപ്പൊ ആ പ്രൊസഷൻ നടുക്ക് ആ സ്ത്രീകളെല്ലാവരും ആ ദേവതയുടെ ആത്മാവിനാൽ നിറയപ്പെടും. അപ്പൊ ഭയങ്കര ബഹുമാനിക്കപ്പെടുന്ന ഡയാനയണ്ട, വലിയ ദേവതയാ. അപ്പൊ സ്ത്രീകൾ തക്കം നോക്കിയിരിക്കുക, ഒരു വർഷത്തെ മൊത്തം കേട് അച്ചായന്റെ മടക്ക് തീർക്കാൻ. സ്ത്രീകൾ ഈ പുരുഷന്മാരെടുത്തിട്ട് അടിക്കും. ഈ പുരുഷന്മാർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റും, ദേവതയാ. ചിലർ സ്വത്രം പറയുന്നു, ഇന്ന് ബ്രദർ എന്നെ കണ്ടിട്ട് പോയാ മതി, സ്വത്രം. അടി എന്ന് പറഞ്ഞ അടിയാ. ഇത് ചരിത്രം. ഞാൻ ചെറിയ റീസർച്ച് അല്ല, ടോപ്പ് യൂണിവേഴ്സിറ്റി റീസർച്ച് എടുത്താണ് ഞാൻ പറയുന്നത്. സ്ത്രീകൾ ഇവരെ ഉപദ്രവിക്കും, പുരുഷന്മാർക്കൊന്നും ചെയ്യുമ്പോൾ മാന്തുകയും അള്ളുകയും ചവിട്ടുകയും ചെയ്യും. സ്ത്രീകൾ ഒരു വർഷത്തെ കേട് തീർക്കുക. പക്ഷെ ആ ദിവസങ്ങളിൽ ഈ പുരുഷനൊരു വാക്കുപോലും പറയാൻ പറ്റത്തില്ല, നിയമവിരുദ്ധമാണ്. കാരണം ദേവത കയറിയിരിക്കുക. അതിൽ ഒരു പുരുഷനാണ് പൗലോസിനടുത്ത് വന്നത്. എന്നെ രക്ഷിക്കച്ചായ എന്ന് പറഞ്ഞു വന്ന ആ പുരുഷനാ അമ്മമ്മയുടെ ശല്യം സഹിക്കാതെ വന്നതാ. ഇന്ന് രാത്രിക്കാലം വിളിച്ചു പറയട്ടെ, ഈ ക്രോസ് ഓവറിൽ ചില കുടുംബങ്ങൾ നന്നാകാൻ പോവുകയാണ്. സ്ത്രീകളെയും പുറകിൽ നിന്നവരെ ദൈവം പുറത്തെടുക്കാൻ പോകും. അതുകൊണ്ടാണ് പൗലോസ് വന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട പൗലോസിന് ഭൂതശം സൂക്ഷിക്കുക. ബൈബിളിൽ കൊടുത്തിരുന്ന ആ ഭൂതം കുറെ ദിവസം പൗലോസിനെ ഫോളോ ചെയ്യുക. പൗലോസ് മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളാണ് ഭൂതത്തെ ഫോളോ ചെയ്യും. സ്വത്രം. ഇത് ഭൂതം പൗലോസിനെ ഫോളോ ചെയ്യുക. പൗലോസ് തിരിഞ്ഞു നോക്കിയില്ല. അവിടെ കൊടുത്തിരുന്ന ഗ്രീക്ക് പദമുണ്ട്. ഒരു ദിവസം പൗലോസിന് അരിശം വന്ന് അനോയിഡ് ആയിരുന്നു.
കാരണം കുറേ ദിവസം നടക്കുക, തിരിഞ്ഞു നിന്നു, ഓടിയുന്ന ഒറ്റ വാക്ക്, അത്രേ ഉള്ളൂ. പമ്പ കടന്നു. ആളങ്ങൊരു ലൈറ്റ് ഓൺ ചെയ്ത പോലെ അങ്ങ് മാറി. സ്വോത്രം സ്വോത്രം സ്വോത്രം, ഒറ്റ വാക്ക്. അതാണ് ഒരു അഭിഷക്തന്റെ അധികാരം. ചെള്ളമിൽ ഇത് പകരാൻ പോവുകയാണ്. ആമേൻ. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. ഇന്നൊരു ചെറിയ 5 മിനിറ്റ് സാക്ഷി പറഞ്ഞോട്ടെ. ഇന്ന് ഇവിടെ എന്തോ റിലീസാകാൻ പോവാ. 5 മിനിറ്റ് സാക്ഷി പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഈ ദൂത് കേട്ടപ്പം തൊട്ട് ഞങ്ങളുടെ ചർച്ചിൻ്റെ അകത്ത് ബിസിനസ് ലേഡീസ് വരാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ പാസ്റ്റർ ഡെയിലിനറിയാം, എന്നെ കുറച്ച് സഹായിക്കുന്നൊക്കെ ഇപ്പം അവരാ. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഈ സ്ത്രീകളാണ് മൊത്തം സഹായം. വലിയ ചെക്കൊക്കെ എഴുതി തരും. സ്വോത്രം. കം ഓൺ, ഹല്ലേലൂയ. ബിസിനസ് ലേഡീസാണ്. കാരണം ദൈവം പറഞ്ഞു, സ്ത്രീകൾ ഗിഫ്റ്റുമായി വരുമ്പോൾ അത് അടയാളമാണ്. ഞാൻ എന്തിനത് നിങ്ങൾ ചോദിച്ചാൽ പാസ്റ്ററെ, ഇതൊക്കെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ പ്രസംഗിക്കേണ്ടതല്ലേ? ഈ യൂറോപ്പിലോ വലിയ ഇന്റർനാഷണൽ കോൺഫറൻസ്, വലിയ സ്ത്രീകളൊക്കെ സൂട്ടൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്, നിങ്ങൾ ഇതെന്തിനാ ഈ പുനലൂരിൽ പ്രസംഗിക്കുന്നത്? ഇതിൻ്റെ അകത്തുനിന്നൊന്ന് എണ്ണിച്ചാലോ? ഒരാളകത്ത് ദൈവം ഇട്ടാലോ? ലോകത്തെ കീരിമേ മറിക്കുന്ന ആരെങ്കിലും എഴുന്നേറ്റാലോ? ഇന്ന് രാത്രി അത് ദൈവ മക്കൾ കൈകൾ അടിച്ചോ, ശബ്ദം ഉയർത്തിയോ? ഞാനൊരു സാക്ഷി പറയാൻ പോവാം. എൻ്റെ കൂടെ ഇന്ന് രാത്രിയിൽ പുരുഷന്മാർ 2 പേരുണ്ട്, വിദേശികൾ. 3 പെൺകുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. സ്തോത്രം. സഹോദരിമാർ ഏമിയുണ്ട്, ടൈസിയുണ്ട്, വിബയുണ്ട്. ബിസിനസ്സുകാരുണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ ഒരാളുടെ സാക്ഷി ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഒരാളുടെ, ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ. നിങ്ങൾക്കറിയാമോ, ഒരു രാത്രിയിൽ ദൈവം എനിക്കൊരു മെസ്സേജ്, അത് ഇതുവരെ കേൾക്കാത്ത മെസ്സേജ് ദൈവം എനിക്ക് സ്വപ്നത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നു. രാവിലെ അത് കേട്ടിട്ട് എഴുന്നേൽക്കുന്നത്. അതൊരു ശക്തമായ ബൈബിൾ സ്റ്റഡിയിൽ ലിമിനൽ സ്പേസ് എന്ന പേരിൽ, എനിക്കിത് എന്തോന്നു പോലും അറിയത്തില്ല, സ്വപ്നത്തിൽ വന്നത് ഞാൻ അങ്ങ് പഠിപ്പിച്ചു. ആ പുള്ളിക്കാരത്തി, ഇവിടെ ഇരിക്കുന്ന ആ പുള്ളിക്കാരത്തി ആദ്യമായിട്ടോ ബൈബിൾ സ്റ്റഡിക്ക് വരുന്നത്. അത് എഴുതി വെച്ചു. നിങ്ങൾക്കറിയാമോ, പുള്ളിക്കാരത്തി ചില വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി ഒന്നാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, UK-യിലുള്ളത്. അവിടുന്ന് ഞാൻ പ്രസംഗിച്ചതിൻ്റെ തീസിസ് എഴുതി മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടി. യൂണിവേഴ്സിറ്റി മാസ്റ്റർ കൊടുത്തു. സ്വോത്രം 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 സ്വോത്രം. എനിക്ക് സ്വപ്നത്തിൽ വന്ന മെസ്സേജ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി മാസ്റ്റർ പ്രോഗ്രാമായി മാറി, മാസ്റ്റേഴ്സ് തീസായി മാറി. അവിടെ കൊണ്ട് നിന്നില്ല. ഇന്ന് ഞാനിപ്പോൾ കൺഫേം ചെയ്തിട്ടാണ് വന്നത്. ആ തീസീസ് ഒരു രാജാവിൻ്റെ അടുത്തെത്തി. രാജാവ് തന്നെ അഡ്വൈസേഴ്സിനെ വിട്ടു. അവിടെ രാജ്യം മൊത്തം ഷെയ്പ്പ് ചെയ്യാൻ ഈ തീസിസ് ഉപയോഗിക്കാൻ. അവിടെ കൊണ്ട് നിന്നില്ല. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ എയർഫോഴ്സ്, സ്പേസ് എയർഫോഴ്സ്, അവിടെ ഇലീറ്റ് യൂണിറ്റ്, സ്തോത്രം, അവര് ഈ തീസിസ് കണ്ടിട്ട് സ്പീക്കറായിട്ട് വിളിച്ചു. ഞാൻ ആ ഫോട്ടോ കണ്ടപ്പം കിറുങ്ങിപ്പോയി. ഒത്തിരി സ്റ്റാറുള്ള അമേരിക്കൻ എയർഫോഴ്സ് ജനറൽമാർ ഈ പുള്ളിക്കാരത്തി ക്ലാസ് എടുക്കുമ്പോൾ ഇത് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുക. സ്വോത്രം സ്വോത്രം. ഒരു പക്ഷേ ഇപ്പം ഇറാനി ബോംബ് കിട്ടാ പുള്ളികളായിരിക്കും. സ്വോത്രം സ്വോത്രം. ഇത് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുക. പക്ഷെ നോട്ട് എന്തോന്നറിയാമോ? ഈ പാവപ്പെട്ടവന് പുനലൂരിൽ കൂടെ പണ്ട് ട്രാൻസ്പോർട്ട് ബസ് നടന്നവന് ദൈവം സ്വപ്നത്തിൽ തന്നു. ഇന്ന് ഒരു ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ എയർഫോഴ്സിന് ഇലീറ്റ് ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റഡി മെറ്റീരിയലാക്കി അതിനെ പഠിപ്പിക്കാൻ ദൈവം കൊണ്ടുപോകുന്നു. ഒരു രാജ്യത്തിൻ്റെ രാജാവ് ക്രമീകരണങ്ങൾ ചെയ്യുന്നു, അഡ്വൈസേഴ്സിനെ അയക്കുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ മാസ്റ്റർ പ്രോഗ്രാമായി മാറുന്നു.
ടൈസയ്ക്ക് മലയാളം അറിയത്തില്ല, എന്നാൽ യു നോ വാട്ട് ഐ ക്യാൻ യു ജസ്റ്റ് വേവ് യുവർ ഹാൻഡ് ടൈസ? യെസ്. ഇതാക്കി ദൈവം മാറ്റുന്നു. സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇന്ന് നിങ്ങളാരും പുറത്തു പറഞ്ഞില്ലെങ്കിൽ ഒരു രഹസ്യം പറയാം. ഈ പറയുന്ന മാസ്റ്റേഴ്സൊക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉൽപാദകനായ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബൈബിൾ സ്റ്റഡിയിൽ നിന്നാണ് വന്നത്, എനിക്ക് ഈ പറഞ്ഞ മാസ്റ്റേഴ്സും ഇല്ല, അതിൻ്റെ പരിസരത്തെത്തുന്ന സംഭവം പോലും ഇല്ല. എനിക്കൊരു മാസ്റ്ററിനെ അറിയാം. ഇന്ന് രാത്രി എനിക്കുള്ള ഒറ്റ മൂലധനം എന്ന് പറഞ്ഞാൽ ഒരു അഭിഷേകമാണ്. ഇന്ന് രാത്രി അഭിഷേകം വന്നാൽ രാജ്യത്തിന്റെ പ്രസിഡന്റുമാരെ തൊടുവാൻ, ഇന്നിവിടെ ഒരു പകർച്ച നടക്കാൻ പോകുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണ്ട ദൈവമക്കൾ ഒന്ന് വെളിപ്പെടുത്തി ആമീൻ പറഞ്ഞാട്ടെ. സംഭവി സ്വപ്നത്തിൽ വന്ന മെസ്സേജ് രാജ്യങ്ങളുടെ മെയിൻ ടീച്ചിങ് മെറ്റീരിയലാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു ഗ്രൂപ്പിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഞാൻ ഒരു കാര്യം തുറന്നു ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വെറും കൈയടിക്കാൻ മാത്രമല്ല, രണ്ട് അന്യഭാഷ പറയിപ്പിക്കാൻ മാത്രമല്ല, ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന 1-2 പേരുണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ആമീൻ പറഞ്ഞാട്ടെ. Somebody shout a hallelujah. എൻ്റെ കൂടെ വന്ന ഒരു സഹോദരി വക്കീലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേജിൽ, എനിക്കും ചിരി കൂടെ വരിക, എന്നെ ദൈവം ഒരു വക്കീല് ഭാഷ കാണിക്കുക. സ്വത്രം വക്കീല് ഭാഷ. കോർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയോട് ബന്ധപ്പെട്ട ലോയിൻ്റെ ഡിപ്പാർട്ട്മെൻ്റാണ് നിന്നെ ദൈവം അതിനുവേണ്ടി ആക്കിയേക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് ഞാൻ കൺഫേം ചെയ്തിട്ട് വന്നിരിക്കുക, അതിലെ പുള്ളിക്കാരത്ത് ജോലി ചെയ്തു എന്ന് വെച്ചാൽ ലോയിൻ്റെ ലാംഗ്വേജ് വരെ പരിശുദ്ധാത്മാവിന് തരാൻ പറ്റും ഒരാളുടെ ജീവിതത്തെ തിരിച്ചുവിടാൻ. ഇന്ന് രാത്രി എത്ര പേര് പരിശുദ്ധാത്മാവിൻ്റെ ക്രോസ് ഓവറിൻ്റെ മിനിസ്ട്രി ആഗ്രഹിക്കുന്നു? അത് ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് വെളിപ്പെടുത്തി പോരാ. ഇന്ന് എന്തോ ഷിഫ്റ്റ് നടക്കാൻ പോകുക. പറഞ്ഞോ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കോ. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോകുക. പരിശുദ്ധാത്മാവിന് ബൗണ്ടറി ഇല്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒന്ന് കാണിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന് ബൗണ്ടറി ഇല്ല. ഒന്ന് നിൽക്കുന്നവർ ഒന്ന് നിന്നാട്ടെ. പക്ഷെ ദൈവം ഒരു വാക്കിനോട് പറഞ്ഞു, ഈ ക്രോസ് ഓവർ എന്നുള്ള വാക്ക് അങ്ങനെയാണ്ടാന്ന് തോന്നി. ക്രോസ് ഓവറിന്റെ ഗ്രീക്ക് പദം നിങ്ങൾക്കറിയാമോ? 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ. അതിൽ ഒരു ഭാഗം ഇതാണ്. അബ്രാമിന്റെ മടിയിൽ ഇരിക്കുന്ന ലാസനോട് ആ ധനവാൻ ചോദിക്കുന്നുണ്ട്, ലാസനെ വിട്ട് അല്പം വെള്ളം കിട്ടിയാൽ കൊള്ളാം. അബ്രാം പിതാവ് പറഞ്ഞ വാക്കുണ്ട്, നമ്മൾ ഇടയിൽ ഒരു എന്തോ ഉണ്ടെന്ന്, വിടവുണ്ട്. ആർക്കും അങ്ങോട്ടും വരാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും കയറാൻ പറ്റത്തില്ല. ആ വാക്കാണ് പൗലോസിനോട് അയാൾ ഒന്ന് പറയുന്ന വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാൻ പറ്റാത്തതാണ്. ക്രോസ് ചെയ്യാൻ പറ്റാത്തടത്ത് വന്ന് പറയാം ക്രോസ് ഓവർ. ഇന്ന് രാത്രി ഞാൻ ശബ്ദം കേൾക്കുന്നു, നിന്നെ ക്രോസ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ചില വിഷയങ്ങളുടെ മീതെ ദൈവം പറഞ്ഞു ക്രോസ് ഓവർ. കാരണം മനുഷ്യനല്ല അസാധ്യം, ദൈവത്താൽ സാധ്യമാണ്. ഇത് വിശ്വസിക്കുന്നവർ മാത്രം. എന്റെ കൂടെ ശക്തി വ്യാപരിക്കുക. എന്റെ കൂടെ കൂടാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു വശത്തൊരു ശബ്ദം കേൾക്കുന്നു, നിനക്ക് ഒരിക്കലും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മറു സൈഡ് പരിശ്രമം പറയുന്നു ക്രോസ് ഓവർ.
ക്രോസ് ഓവർ. ഇത് പറയുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കാലുകൾ കാണിക്കുകയോ. ക്രോസ് ഓവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുക. റിസീവ് ഇറ്റ്. ഓ വിട്ടോ വിട്ടോ. പവർ 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 പവർ. ചില ശക്തികളെ ദൈവം വെട്ടിമാറ്റുന്നു. ശുശ്രൂഷകന്മാരിൽ ചിലരെ ദൈവം തുറന്നു വിടുക. പിശാച് ക്രോസ് ഓവർ പറ്റത്തില്ലെന്ന് പറഞ്ഞ മണ്ഡലങ്ങളെ ദൈവം ക്രോസ് ഓവർ ചെയ്യാൻ പറയുന്നു. പാസ്റ്റർമാർ ഏറ്റെടുക്കാൻ തയ്യാറാണോ? വെറും ശുശ്രൂഷയല്ല, പരിശോധന പറയുന്നു. സാമ്പത്തിക വിഷയത്തിൽ ഫൈനാൻസ് ഫൈനാൻസ്. ഓ പവർ 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 പവർ. ഞാൻ വിശ്വാസത്തെ ചോദിക്കാൻ പോകുകയാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഭാഷ കാണത്തില്ല, ഒരു പക്ഷെ പണം കാണത്തില്ല, പക്ഷെ പരിശ്രമം പറയുന്നു ക്രോസ് ഓവർ. Somebody receive it. Receive it. എൻ്റെ മുകളിൽ വെളിച്ചമടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, എന്നാലൊന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഈ പുനരിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി ഓർമ്മ വന്നു. ഒരു പെട്ടിയും എടുത്ത് ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ അകത്ത് കയറി ചെല്ലുമ്പോൾ പെട്ടി കാണുമ്പോൾ, ഇന്നത്തെ അവസ്ഥയല്ല, അന്ന് ഫോണില്ല, പെട്ടി കാണുമ്പോൾ ബസ്സിലുള്ള ചീത്ത വിളിക്കാൻ തുടങ്ങും. കുറേ നേരം ഈ പെട്ടി പിടിച്ചോണ്ട് നിൽക്കും. 3 ആഴ്ച മീറ്റിങ്ങിന് പോകുന്നത് പെട്ടി പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ സ്തോത്രം, ചില സമയത്ത് ഒന്ന് താഴെ വെക്കുമ്പോൾ ആരുടെങ്കിലും കാലേ മുട്ടും, ഒന്നെങ്കിൽ അടിക്കാൻ കൈ ഓങ്ങും, അല്ലെങ്കിൽ പുഴുത്ത തെറി വിളിക്കും. അത് കേട്ടോണ്ടാണ് മീറ്റിങ്ങിന് പോകുന്നത്. പക്ഷെ ദൈവം പറഞ്ഞു ക്രോസ് ഓവർ. നിങ്ങൾക്കറിയാമോ, എൻ്റെ ചർച്ചിലുള്ള ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. ലോകത്തിൽ ഏറ്റവും പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ ഞങ്ങളുടെ ചർച്ചിലെ മെമ്പേഴ്സാ. ഒന്നുമില്ലാത്ത ഒരുത്തനുമേൽ ഒന്ന് അഭിഷേകം ഇട്ടതാ. ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഇത് എൻ്റെ മേൽ പരിശ്രമ പറഞ്ഞാൽ ക്രോസ് ഓവർ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് വെളിപ്പെടുത്തി. പുറകെ അറ്റം വരെ ദൈവ സാന്നിധ്യം വ്യാപിച്ചുകൊണ്ടിരിക്കുക. എന്നെ ദൈവം ഒരു കാഴ്ച കാണിക്കുന്നു. ഒരു ദൂതൻ ഇറങ്ങി ചിലരെ തുറന്നു വിടുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ ഉള്ളത് പറയട്ടെ, കാരണം എനിക്ക് വേണ്ടി ദൈവത്തിന് ചെയ്യാമെങ്കിൽ 1 മാസത്തോളം എൻ്റെ വാളറ്റിനകത്ത്, കാരണം വാളറ്റ് എംറ്റി ആകാൻ പാടില്ല, 1 രൂപ വെച്ച് 1 മാസത്തിൽ കൂടുതൽ, അല്ലെ എത്ര കറക്റ്റ് ഡേറ്റോട് ദിവസങ്ങൾ നടന്നു, 1 രൂപ കൂടുതലില്ല. ഇന്ന് രാജ്യങ്ങളെ ബ്ലെസ് ചെയ്യുവാൻ ആത്മാവിൻ്റെ ഒറ്റ മൂവ് ഇന്ന് രാത്രി ഇവിടെ നടക്കുന്നത്. കോഴിക്കോടുകാരൻ കൊട്ടാരക്കര പ്രസംഗിച്ചതല്ല, നിങ്ങളെ ലോകത്തിന് അറ്റം വരെ എത്തിക്കാൻ പറ്റുന്ന ഒരു ക്രോസ് ഓവർ നടക്കാൻ പോകുക. ഇത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ആമേൻ പറഞ്ഞാട്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തി വ്യാപരിക്കുക. എന്തോ ദൈവം പറയുന്നു, മറ്റുള്ളവർ അതിശയിക്കത്തക്ക രീതിയിൽ നിങ്ങൾ കൂടെ എന്തോ ദൈവം തുറന്നു വിടുക.
നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്തോ. ഇനി 2 പോയിന്റ് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. 2 പോയിന്റും കൂടെ. നിൽക്കുന്നവർ നിന്നാട്ടെ. ഞാൻ നിൽക്കുമല്ലേ. ഈ ക്രോസോന്റെ പ്രത്യേകം എന്തറിയാമോ? എനിക്കറിയത്തില്ല, എന്തോ ദൈവമ്മ പറയുന്നു ഇത് ചെറുതല്ലെന്ന്. ഇന്നിവിടെ നടക്കുന്ന ചരിത്രമാണ്. നിങ്ങൾ ഒരുവൻ 1000-ത്തെയും 20 10,000-ത്തെയും മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്തോ. പാസ്റ്ററെ, എന്നെ വിശ്വസിക്കുക, ഞാൻ ഒരിക്കലും ഒരാളെ എന്താ പറഞ്ഞേ നെഗറ്റീവായിട്ട് പറയാനില്ല. പാസ്റ്റർ എന്നൊരു വാക്ക്, ഒരു സാക്ഷി എന്നോട് എൻ്റെ ഹൃദയം ഒത്തിരി തൊട്ടു. ഒട്ടും നിവർത്തിയില്ലാത്തൊരു സമയം പറഞ്ഞൊരു പായ പോലും കിടക്കാൻ സാഹചര്യമില്ലാത്ത സമയം. ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ടാമിന്ന് വിടാന് വേണ്ടി ഒരു തീരുമാനമായി. ചെങ്ങന്നൂരിലൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ആ മീറ്റിങ്ങിന് ഞാൻ അന്ന് രാത്രി പ്രസംഗിക്കുന്നത്. ഇതൊന്നും എനിക്കറിയത്തില്ല. ചെന്ന് തലയെ കൈവച്ച് ഒരു വാക്ക് പറഞ്ഞു. കർത്താവിൻ്റെ വിളി അല്ലെങ്കിൽ കട്ട് ചെയ്ത് ബ്രദറെ. സ്വന്തം അന്നൊരു വാക്ക് പറഞ്ഞു, നീ ടാമി വിടരുത്. ഞങ്ങളുടെ ഓർഗനൈസേഷൻ ആയിട്ടല്ലോ, ദൂതിൻ്റെ കാര്യമാണ്. നീ ടാമി വിടരുത്. വ്യത്യസ്ത നിലകളുള്ള കെട്ടിടങ്ങൾ നിനക്ക് ഞാൻ തരാൻ പോകും. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒരു ബൗണ്ടറിയും ഇല്ലെന്ന്. വിശ്വാസ ദൈവമക്കൾ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ഒരു പക്ഷേ ക്ഷമിക്കണം, ഞാൻ അഹംഭാവം കൊണ്ടല്ല, ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കാൻ പോകുന്നത്. ഒരു സ്വപ്നത്തിൽ കൂടെ വന്നതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. സ്തോത്രം. എനിക്ക് മലയാളത്തിൻ്റെ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, പടിഞ്ഞാറ്, ഈസ്റ്റ് കിഴക്ക്, ഓക്കെ, വെസ്റ്റ് പടിഞ്ഞാറ്. നിങ്ങൾക്കറിയാമോ, ഈ സംഭവത്തിൻ്റെ 1, 2, 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെസ്റ്റിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പടിഞ്ഞാറിൽ നിന്ന് ഇതേ നദി ക്രോസ് ചെയ്തു. പിന്നെ പുള്ളി പിടിച്ചെടുത്ത ലോകം മൊത്തം. ഇന്ത്യയുടെ പഞ്ചാബി വരെ വന്ന് നിന്നു. കൊച്ചു പയ്യൻ ഈ നദി ക്രോസ് ചെയ്ത, വെസ്റ്റിൽ നിന്ന് ക്രോസ് ചെയ്ത് ലോകത്തെ പിടിച്ചു. പേര് അലക്സാണ്ടർ. പക്ഷെ 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഈസ്റ്റിൽ നിന്ന് ഒരുത്തനെ ദൈവം അതേ നദി ക്രോസ് ചെയ്യിപ്പിച്ചു. വെസ്റ്റിനെ മൊത്തം പിടിക്കാൻ. പേര് പൗലോസ്. ഇന്ന് രാത്രിയുടെ ക്രോസ് ഓവർ ലോകത്തെ തൊടുന്ന എന്തോ സംഭവിക്കാം. ഇത് വേണ്ട ദൈവമക്കളൊന്ന് മറ്റുള്ളവർ കൈയടിക്കുന്ന കണ്ടിട്ട് കൈയടിക്കരുത്. നിങ്ങൾക്കുള്ള ദൂതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമോ, അങ്ങനെ അലക്സാണ്ടറിന് പേർഷ്യൻസ് കൊടുത്ത പേരാണ്. ഇത് ക്രോസ് ചെയ്തപ്പോൾ ആ ജയം വന്ന പേർഷ്യൻസിനെ അന്ന് തോൽപ്പിക്കുന്ന പേര് കൊടുത്താണ് സിക്കന്ദർ. അതാണ് ഇന്ത്യയിലും ചില വിഭാഗത്തിലുള്ളവരെ സിക്കന്ദർ എന്ന് വിളിക്കുന്നത്. ഈ പേരാ അലക്സാണ്ടറിന്റെ പേരാ സിക്കന്ദർ.
കാണാം. ക്രോസ് ചെയ്ത്, വെസ്റ്റിൽ നിന്ന് ക്രോസ് ചെയ്ത് മൊത്തം ഗ്ലോബിനെ പിടിച്ചു, ഈസ്റ്റ് മൊത്തം ഇന്ത്യയുടെ വാതിക്കൽ വരെ വന്ന് കയറി. അന്ന് എല്ലാവരും പറഞ്ഞു ചെയ്യരുതെന്ന്. കാരണം കൊച്ചു പയ്യനാ. ഒരു ദിവസം അതേ സ്ഥലത്ത് ഒരു അപ്പോസ്തലൻ ഇരിക്കുക, ഒരു ശബ്ദം, ക്രോസ് ഓവർ. അലക്സാണ്ടർ സ്വന്തം ബലത്തിൽ ക്രോസ് ഓവർ ചെയ്തെങ്കിൽ പൗലോസ് പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ ക്രോസ് ഓവർ ചെയ്തു. വെസ്റ്റിനെ മൊത്തം പിടിച്ചെന്ന് അവിടുന്നാണ് യൂറോപ്പിലേക്ക് സുവിശേഷം എത്തിയത്. ഇന്ന് രാത്രി പുനലൂരിൽ ഒരു ക്രോസ് ഓവർ നടക്കാൻ പോകുകയാണ്. അത് വേണ്ടിയ ദൈവമക്കൾ ഒന്ന്, എനിക്കറിയാം സ്ഥലമില്ലെന്ന്, ഒരു ആക്ഷനോ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ. മോനി പാസ്റ്റർ ഒന്ന് പിടിച്ചു തരാമോ? ഒന്ന് മൈക്ക് പിടിച്ചു. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഏറ്റെടുക്കുവാണെങ്കിൽ ഏറ്റെടുത്താട്ടെ. പക്ഷേ ഞാൻ ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുക, അലക്സാണ്ടർ ലോകത്തെ ക്രോസ് ചെയ്യാൻ ഇതായിരുന്നെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിനാൽ ലോകത്തെ പിടിച്ചെടുക്കാൻ ഇതാ ഞാൻ ക്രോസ് ഓവർ ചെയ്യും. പക്ഷേ ഇന്ന് രാത്രി ഞാനൊരു കാര്യം അൺലോക്ക് ചെയ്യാൻ പോവാ. ഈ അഭിഷേകം ചില വ്യക്തികളുടെ വ്യാപരിക്കും. പൗലോസ് ജയിലിൽ കിടക്കുന്നു, പ്രസംഗിച്ചില്ല, പ്രാർത്ഥിച്ചിട്ട് അറിയത്തില്ല, പാട്ടുകൾ പാടി. ഞാൻ ചോദിച്ചു, കർത്താവേ എന്താണ് ഇത്രയും വലിയ ശക്തി? അടിസ്ഥാനത്തെ ഇളക്കി മറിച്ചു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ എന്തിന്? പരിസരത്ത് കേട്ടോണ്ടിരുന്നവിടെ ചങ്ങല പൊട്ടിയെന്ന്. അപ്പൊ ദൈവനോട് വാക്ക് പറഞ്ഞു. നിങ്ങൾക്കറിയാം, ആ ട്രിപ്പിൽ പൗലോസും ബർണബാസുമായിരുന്നു പോകേണ്ടിരുന്നത്. പക്ഷെ ഒരു ചെറിയ മാറ്റമുണ്ടായി. പൗലോസും ശീലാസും യാത്ര ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ, ശീലാസ് പ്രവാചകൻ. ദൈവത്തിന്റെ അടിസ്ഥാനം. ദൈവം പറഞ്ഞു, എൻ്റെ അടിസ്ഥാനം ഒരിടത്ത് ഇടുമ്പോൾ സാത്താന്റെ അടിസ്ഥാനം ഇളകും. ഞാൻ പ്രവചനാത്മാ വിളിച്ചു പറയുന്നു, ഇന്ത്യയിൽ പരിശുദ്ധമാവ് സഭയുടെ അടിസ്ഥാനം ഇടുകയാണ്. വർഷങ്ങളായി ഇന്ത്യ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക അടിസ്ഥാനങ്ങൾ ഇന്ന് രാത്രി ഇളകി മാറട്ടെ. Somebody shout Jesus. അവിടെ കൊണ്ട് തീർന്നു. ഇതാണ് ഞാൻ ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ പോകുന്നത്. എല്ലാം റെഡിയാണോ? ഇത് റിലീസ് ചെയ്യാൻ പോവാ. പൗലോസ് കാരാഗ്രഹ വാതിൽ തുറന്നറിഞ്ഞപ്പോൾ പ്രിസണർ അല്ലെങ്കിൽ ജയിലർ, സ്വന്തം കത്തിയെടുത്ത് വയറ്റിൽ കുത്തി മരിക്കാൻ. എന്തിനാ മരിക്കാൻ തോന്നേ? അവൻ ചിന്തിച്ചു, ഓർത്തു. നടന്ന കറക്റ്റ് അല്ല, ആരും രക്ഷപ്പെട്ടിട്ടില്ല, പക്ഷെ രക്ഷപ്പെട്ടെന്ന് ഊഹിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? ചരിത്രം പഠിക്കണം. ഫിലിപ്പി വാർ നമ്പർ 1, ഫിലിപ്പി വാർ നമ്പർ 2. ഫിലിപ്പായി വാർ എന്ന് പറയുന്ന 1-2 യുദ്ധം. നിങ്ങൾക്കറിയാമോ? ബ്രൂട്ടസ്, കസിയസ് എന്ന് പറഞ്ഞ 2 റോമൻ ജനറൽസ്. എതിരെ നിൽക്കുന്നത് ആന്റണി. ഇവരെതിരെ നിൽക്കുക. നിങ്ങൾക്കറിയാമോ? കസിയസ് ആണ് ആദ്യം മരിക്കുന്നത്. എങ്ങനെ മരിച്ചെന്നറിയോ? സ്വന്തം കത്തിയെടുത്ത് അതേ സ്ഥലത്ത് ഫിലിപ്പിയിൽ വയറ്റി കുത്തി മരിച്ചു. പക്ഷേ പിന്നെ ചരിത്രക്കാർ എഴുതുന്നത് അയാൾക്ക് അബദ്ധം പറ്റിയത്.
ഊഹിച്ചെന്ന്. കാരണം അയാൾ തോക്കുകയല്ലായിരുന്നു, ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു സ്ഥലത്തെ സ്ട്രോങ് ഹോൾഡാണ് ഊഹത്തിൽ ആത്മഹത്യ ചെയ്യുക. പക്ഷെ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ദൈവം അയച്ച അപ്പോസ്തലൻ. നീ ചെയ്യല്ല, നിന്റെ വീട്ടിൽ ആത്മഹത്യയല്ല നടക്കുന്നത്, നിന്നെ സ്നാനപ്പെടുത്താൻ പോകുക. ഞാൻ ശക്തിയാൽ കേൾക്കുന്നു, നൂറ്റാണ്ടുകളായി ചില പ്രദേശങ്ങളിൽ വ്യാപരിച്ചിരുന്ന സ്ട്രോങ് ഹോൾഡുകളെ പൊട്ടിച്ചു മാറ്റുന്ന അഭിഷേകം. എനിക്കറിയത്തില്ല, ശക്തമായി സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുക, സാന്നിധ്യം മഞ്ഞുപോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ മൂന്നാമത്തെ ഒരു വാക്കുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. ഇത് എല്ലാവർക്കും ഉള്ള ദൂതല്ല. നിങ്ങൾക്കറിയാമോ, ഈ സ്ഥലത്ത് കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങോട്ട് കയറി കേട്ടോ, നിങ്ങൾ ഇങ്ങോട്ട് കേട്ടോ. എങ്ങനെയാണ് ഈ അലക്സാണ്ടർ, സ്തോത്രം, ഫിലിപ്പി എന്ന് പറഞ്ഞ അലക്സാണ്ടറിന്റെ അപ്പന്റെ പേരാ ഫിലിപ്പി പട്ടണം. അലക്സാണ്ടർ എങ്ങനെ ലോകത്തെ കീഴടക്കിയെന്ന് അറിയാമോ? ഈ ഫിലിപ്പിയിൽ ഗോൾഡ് മൈൻ, സിൽവർ മൈൻ ഉണ്ട്. ഗോൾഡും സിൽവറും ഉണ്ടാക്കുന്ന മൈൻ എടുക്കുന്ന സ്ഥലമായി ഫിലിപ്പി. അവിടുന്ന് ഗോൾഡും സിൽവർ മൈൻ എടുത്താണ് ലോകത്തെ കീഴടക്കിയത്. അതേ സ്ഥലത്ത് ഇതാ പൗലോസ് പോകുന്നു. ഒരു ലുദിയ വന്നിരിക്കുക, വാതിൽ തുറക്കാൻ. നിങ്ങൾക്കറിയോ പൗലോസ് പറയുന്നത്, ഞാൻ തെസ്സലോനിക്കെ പോയപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തത് ഇവരാ. ലോക രാജ്യങ്ങളെ സുവിശേഷത്തിന് വേണ്ടി ദൈവം ചില വാതിലുകൾ തുറക്കാൻ പോകുക. ഇത് വേണ്ട ദൈവമക്കൾ, പ്രാപിച്ചോ. ഇതൊരു അഭിഷേകമാ. ഇന്ന് രാത്രി ക്രോസ് ഓവർ നടക്കുക. ഈ മുൻപിൽ നിൽക്കുന്നവർക്കല്ല, പക്ഷെ പുറകിൽ എവിടോ എന്നെ കേൾക്കുന്ന ആരാണെങ്കിൽ അകത്ത് ഇത് കത്തുന്നെങ്കിൽ മുന്നോട്ട് നടക്കുകയല്ല, ഓടിക്കോ. കാരണം ഇത് ചെയ്യുമ്പോൾ ഒരു മൂവ് നടന്നുകൊണ്ടിരിക്കുക. റിസീവ്, ഓടണം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നു, 3 സ്ഥലത്ത് മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ ഈ ക്രോസ് ഓവർ എന്ന വാക്ക്, ഈ ഗ്രീക്ക് പദം. ഒന്ന് ലാസറും അബ്രഹാമും. അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. പക്ഷെ ആ സ്ഥലത്താണ് ക്രോസ് ഓവർ. രണ്ടാമത് എന്തോന്നറിയാമോ? വിശ്വാസത്താൽ അവർ ചെങ്കടലിനെ നടന്ന്. ഇന്ന് രാത്രിയിലത്തെ ക്രോസ് ഓവർ മാനുഷികമല്ല, വിശ്വാസത്താൽ. അടുത്ത 1 മിനിറ്റ് വിശ്വാസത്താൽ എന്തെങ്കിലും ചെയ്താട്ടെ. നിങ്ങളും ദൈവവും തമ്മില വിശ്വാസത്താൽ. ഇന്ന് രാത്രി ക്രോസ് ഓവർ വിശ്വാസത്താൽ ചെയ്തോ. നടക്കാൻ പറ്റുമോ നടന്നാട്ടെ. ശബ്ദം ഉയർത്താൻ വേണ്ടി ശബ്ദം ഉയർത്തിക്കാട്ടെ. ഹൈഫൈ കൊടുക്കാൻ എന്തെങ്കിലും ചെയ്താട്ടെ.
ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാർ, അപ്പന്മാർ, അമ്മമാർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ചാമ്പിലെ ലീഡേഴ്സിനോട് ഞാൻ പറയുക, ഇന്ന് രാത്രി വിശ്വാസത്താൽ ഒരു ക്രോസ് ഓവർ നടത്തിക്കാട്ടെ. അതെല്ലാ ഏരിയയിലും വ്യാപരിക്കും. ഫൈനാൻസ്, മിനിസ്ട്രി, ലോകവ്യാപകമായ സുവിശേഷം. അലക്സാണ്ടറിനെ ഉണ്ടാക്കിയ ദൈവമാണ് എൻ്റെ ദൈവം. Do something, do something. ഒരു പക്ഷെ നാളെ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ദൈവം പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്താട്ടെ, റെസ്പോണ്ട് ചെയ്താട്ടെ. ഐ എം ക്രോസിംഗ് ഓവർ. എൻ്റെ സഭ ക്രോസ് ഓവർ ചെയ്യാണ്, എൻ്റെ മിനിസ്ട്രി ക്രോസ് ഓവർ ചെയ്യാണ്. ഡു സംതിങ്. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ക്രോസ് ഓവറിന്റെ മോമെന്റ് വന്നിരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ശുശ്രൂഷകൾക്ക് വേണ്ടി ക്രോസ് ഓവറിന്റെ മൂവ്മെന്റ് വന്നിരിക്കുന്നു. ഒത്തിരി പേരെ ദൈവം തൊടുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ റിസീവ് ചെയ്ത് അത് ഏറ്റെടുത്ത് ഇവിടുന്ന് പോകുമ്പോൾ കുറിച്ചു വെക്കുക. ഇനിയും പഴയ മണ്ഡലത്തിലല്ല, നാളെ നടക്കുമെന്നല്ല ഞാൻ പറഞ്ഞു, അടുത്ത ദിവസങ്ങൾ നിങ്ങൾ വെളിപ്പെട്ട് കാണും. ദൈവം ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. മക്കദോനിയ വെളി ക്രോസ് ഓവറിന്റെ രാത്രിയായി ഈ രാത്രി മാറട്ടെ. കർത്താവെ, ഒരിക്കലും ക്രോസ് ചെയ്യാൻ പറ്റാത്ത മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ ശക്തിയാൽ ക്രോസ് ഓവർ നടക്കാൻ പോകുകയാണ്. വിശ്വാസത്താൽ നടക്കാൻ പോകുകയാണ്. അത് ആത്മീയ മണ്ഡലത്തിൽ, സാമ്പത്തിക മണ്ഡലത്തിൽ ബലഹീനരായ ആൾക്കാര്, സ്ത്രീകൾ പുറത്തു വരുന്ന പുതിയ മണ്ഡലം ഇന്ത്യയുടെ മേൽ തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ പവർ, പവർ, പവർ. ഇവിടെ നിൽക്കുന്ന മുൻവശം മുതൽ പുറകെ അറ്റം വരെ ഈ വീഡിയോ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മീതെ ഇപ്പോൾ ശക്തി വ്യാപരിക്കട്ടെ. ആ കൈകൾ ഉയർത്തിപ്പിടിച്ചോ. Receive it. Receive it. In the name of Jesus. Receive it. കർത്താവ് ചെയ്തിരിക്കായി സ്തോത്രം, ചെയ്തിരിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ അടുത്ത ചില സെക്കൻഡുകൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ.